ബഹുമാന്യനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യത്തിൽ ഈ മത്തായി പറമ്പിലെ കേരള സർക്കാർ പ്രഖ്യാപിച്ച തെരുവ് നായ്ക്കളുടെ വന്ധീകരണ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് ശരി, അപ്പൊ അതാണല്ലേ പരിപാടി. പിന്നല്ലാണ്ട് ഈ നാടിന് വേണ്ടി നാട്ടുകാർക്ക് മര്യാദ കിടക്കാനും ഈ ജോർജ് മത്തായിപ്പറമ്പിൽ എന്നും ഉണ്ടാവും. എവിടെയെങ്കിലും വായി നോക്കി നിൽക്കുന്ന ജോർജിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എത്രയും വേഗം ജോർജ് വന്ധീകരണത്തിനായി വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. സത്യമായിട്ട് എനിക്കല്ലട്ടാ, ഡോഗ്സിന് വേണ്ടിട്ടാണ്, കട്ടിങ് സെറമണിക്ക് വേണ്ടിട്ടാണ്. വന്ന് സഹകരിച്ച് വിജയിപ്പിച്ചോളൂട്ടാ. പട്ടികളെ സംരക്ഷിക്കാൻ നടക്കുന്ന ചില പട്ടിക്കാട്ടങ്ങളെ കുറിച്ച് അവരുടെ മുഖത്തുള്ള ഒരു കനത്ത പ്രഹരം കൂടിയാണ് ഈ പരിപാടി എന്ന് ഞാൻ പറയുകയാണ്. ഇതാണ് മത്തായി സംഘങ്ങളുടെ മത്തായി പറമ്പ്. കുറെ കാലായി ഉണ്ടാവും നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട്. നല്ല ബീഫും പൊറോട്ടയും ഉണ്ട്, കഴിച്ചോളി. ബീഫ് കഴിക്കൂലേ? ഇവറ്റകളെങ്ങനെ പുറത്തിയാടി പട്ടിക്ക് വരെ ബീഫ് കഴിക്കാറുണ്ട്. അയ്യോ, എന്നെ പട്ടി കടിച്ചേ! ജോർജ്, എന്നാ കുടി. ജാമ്യം കിട്ടിയില്ലേ? ശരിക്കും ഇങ്ങനത്തെ കേസിനൊക്കെ 2 മാസങ്ങളിൽ റിമാൻഡ് ചെയ്യല്ലോ. ഇതെന്തേ സംഭവിച്ചേ? എങ്ങനെയാ കഴിച്ചില്ലായത്? എന്തുട്ട്? അല്ല, ഈ പ്രസിഡന്റിന്റെ പ്രവർത്തനത്തിലെ പട്ടി വരെ ഹാപ്പിയല്ല. ഏത് പട്ടിയും കടിച്ചു പോകും. ഒരു പട്ടിയും കടിച്ചില്ലേ ഞാൻ കടിക്കണം എന്ന് വിചാരിച്ചാ. നീ ഒന്ന് പോമോ? പരിപാടിയുടെ പപ്പട പരിപാടി തന്നിട്ട് അതിന് മത്തായി പറമ്പ് ഫേമസ് ആയില്ലേ? ഞാൻ ഇതോട് ഒഴിച്ചാണ്ടല്ലോ. ഒഴിച്ചാ ഞാൻ പറ്റില്ല ചെയ്തു. ജോസഫേട്ടാ, അതിൻ്റെ അകത്ത് കുറെ പൈസ വന്നിട്ടുണ്ട്, എടുത്തിട്ട് വേഗം വരും, ഞാൻ ഉണ്ടപ്പോരി ഉണ്ടാക്കാം. എലിയെ പേടിച്ച് ഇല്ല ചുട്ടു. ഈ പറമ്പിൽ ഇത് വേണ്ടിയിരുന്നില്ല കേട്ടാ ജോർജേ. കയ്യിന്ന് പോയല്ലോ. ഇത് കയ്യിന്ന് പോയല്ലോ കർത്താവേ. എന്താ പറയാ, ഗാന്ധിജിയുടെ നെൽസൺ മണ്ടേലയുടെ ഒക്കെ ഒരു കാര്യം. അവരുടെ മാനസികാവസ്ഥ എനിക്ക് ഇപ്പഴാ പിടികിട്ടിയത്. ആൾക്കാർക്ക് വേണ്ടി ഓരോ ഉപകാരം ചെയ്യാൻ ഇറങ്ങുക, എന്നിട്ട് ജയിലാവുക. എന്നാ നാട്ടുകാർക്ക് അതിന്റെ വല്ല സ്മരണ ഉണ്ടോ? അതുമില്ല. നമ്മുടെ മത്തായി പറമ്പിന് അവകാശം പറഞ്ഞ് ചെലവന്മാര് വന്നു, കൊടുത്തില്ല ജോർജ് 8ന്റെ പണി. നൈസായിട്ട് പാളി പോയെങ്കിലും പുതിയ ഐഡിയസ് ഉണ്ട് വേലേട്ടാ. പിന്നെ ബിന്ദു ടീച്ചറിനോട് പറഞ്ഞോളൂട്ടാ, ഡ്രൈവിംഗ് സ്കൂൾ എത്ര കാലം വേണമെങ്കിലും പഠിച്ചോളാൻ. ഒന്നും മിണ്ടല്ലോ. എന്നാ കേട്ടോ, ഞാൻ ഷോർട്ട് ഓടിച്ചിട്ട് പിന്നാലെ വരാം. ജോർജ്, എന്തുട്ട് വിളിച്ചേ? അന്ന് പള്ളിയിൽ വെച്ച് കണ്ടതിന് ശേഷം ഇപ്പഴേ തൊള്ളില് സൗണ്ട് ഉണ്ടെന്ന് അറിയണേ. ഇത്ര നാള് പിന്നാലെ നടന്നിട്ടും ആദ്യമായിട്ടാ ഇങ്ങനെ ജോർജ് എന്ന് വിളിക്കണേ. ജോർജ് വല്ലാണ്ട് ഹാപ്പിയായി. ഒന്നും കൂടി വിളിക്കൂ. ജോർജ്. ഓ, ജോർജ് ഇത്രയും നാളെന്റെ പിന്നാലെ നടന്ന ഞാൻ ഒന്നും പറയില്ല. ആണുങ്ങൾ പെണ്ണുങ്ങളെ പിന്നാലല്ലേ നടക്കുള്ളൂ. അത് പോയിന്റ്. ഇങ്ങനെ നടന്നാൽ മാത്രം പോരല്ലോ ജോർജിന്. ഒരു തീരുമാനം അറിയണ്ടേ? പിന്നെ പോയിന്റ്. വെരി ഗുഡ്. എന്റെ മനസ്സിപ്പോ ഒരു കാര്യത്തിൽ ഉറച്ചിരിക്കുകയാണ് ജോർജ്. അത് മറ്റൊന്നിലേക്കാകണമെങ്കിൽ എനിക്കും കൂടി തോന്നണ്ടേ? അത് തോന്നാൻ തക്ക എന്തെങ്കിലും ഒരു കാരണം കൂടി വേണ്ടേ? ഒരു പെണ്ണിന് വേണ്ട 3 കാര്യങ്ങൾ എനിക്കുണ്ടെന്ന് തെളിയിക്കാൻ നടക്കുന്ന ജോർജ്, ഒരു ആണിന് വേണ്ടത് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആണിനിപ്പോ അന്തസ്, സ്വാഭിമാനം, ഒരു പെണ്ണിന് ധൈര്യവും വിശ്വാസം പകർന്നു കൊടുക്കുന്ന ആണത്വം, ഇതെന്തെങ്കിലും ഉണ്ടോ ജോർജിന്? മാർത്തോമ പള്ളിയിൽ കുർബാന കൂടാൻ വരുന്നവരോട് അവിടുത്തെ പള്ളിയിൽ അച്ഛൻ, ജോർജിന്റെ അപ്പച്ചനെ, എന്റെ മോനൊരു പട്ടിപിടുത്തക്കാരനായി എന്ന് വലിയ അഭിമാനത്തോടെ പറയുന്നുണ്ടോ? ഉണ്ടേ കൊള്ളാം. ഒന്നുമില്ലെങ്കിലും താൻ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ്, അതെങ്കിലും മിനിമം വേണം ഒരു മനുഷ്യന്. കോമൺ സെൻസേ. ഇതൊന്നുമില്ലാണ്ട് ഇങ്ങനെ വായി നോക്കി പുറകെ നടന്നോളൂ. കഷ്ടം. ഇതൂമേട്ടെന്നിരുന്നാ മതിയായിരുന്നു. തുറക്കാത്ത തൊള്ള തുറന്നപ്പോ തൃശ്ശൂർ പൂരം പേടിക്കേണ്ട കൂട്ടപ്പൊരിച്ചിൽ പോലെ ആകെ ഒരു പോക. ഒന്നും വേണ്ടായിരുന്നു. അവളുടെ മുമ്പിൽ കംപ്ലീറ്റ് ഇമേജ് കളഞ്ഞത് പട്ടി പരിപാടിയാ. പീറ്ററിനോടുള്ള ചോർച്ചൽ തീർക്കാനുള്ള പരിപാടി കണ്ടിട്ട്
നമ്മുടെ ജോസഫേട്ടൻ വരെ വളരെ നോർമലായിട്ട് റിയാക്ട് ചെയ്തു. അത് ശരിയാ ജോർജ്, ആ പരിപാടി നിന്റെ ക്യാരക്ടറിന് ചേരാത്തൊരു ചടച്ച പരിപാടിയായി പോയി. ഭയങ്കര ബോറായി പോയി. എല്ലാരും കൂടി ഐഡിയ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് പെന്റെ മക്കിട്ട് തരണ ഡാഷ് ഡാക്കളെ. പട്ടിപിടുത്തം കഴിഞ്ഞപ്പോ മീൻപിടുത്തായോ? അതെ, എന്താ കൂടണ്ട? എൻ്റെ അപ്പൻ്റെ അഭിമാനമായിരുന്ന ഈ മത്തായി പറമ്പ് നിങ്ങളൊരു പട്ടിപ്പറമ്പാക്കിയില്ലേ? ആ പ്രതിമൂടി അങ്ങോട്ട് തല്ലിപ്പൊട്ടിച്ചുള്ള ജോർജ്, അതോടുകൂടി നിന്റെ പ്രശ്നം തീർന്നില്ലേ? എൻ്റെ അപ്പൻ കളിക്ക് വേണ്ടി കൊടുത്ത ഈ പറമ്പ് വെറുതെ ഇങ്ങനെ കാട് പിടിച്ച് നശിച്ചു പോണെന്ന് കേട്ടപ്പോൾ അപ്പൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി വന്നാണ് ഞാൻ. പിന്നെ നിങ്ങളന്ന് ഒരു കാലിലാണ്ട് വന്ന് അങ്ങനെ ഒരു ഷോ ഇട്ടപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പോലിപ്പിച്ചു എന്നേ ഉള്ളൂ. ആ കാണുന്നത് നിങ്ങൾക്ക് വെറൊരു പ്രതിമയായിരിക്കും, പക്ഷെ എനിക്ക് എൻ്റെ അപ്പനാ. ആ സ്ഥാനത്ത് നിങ്ങളുടെ ആരെങ്കിലും അപ്പനാണെങ്കിലാണ് നിങ്ങൾക്ക് എൻ്റെ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്കത് മനസ്സിലാവാത്തിടത്തോളം കാലം എൻ്റെ അപ്പൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ഈ പറമ്പ് ഇങ്ങനെ ഗതി കിട്ടാത്തൊരു പറമ്പായിട്ട് അങ്ങോട്ട് കിടന്നിട്ട് മത്തായി പറമ്പിൻ്റെ ആധാരവും ഇഷ്ടദാനാധാരവും ദേ ഇതിലുണ്ട്. നിങ്ങളെന്താ ചേച്ചി? ഒന്ന് നിന്നേ. നിങ്ങൾ സിൻസിയറായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ പള്ളിയിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഈ ജോർജിന് മനസ്സിലായനെ. അവിടെ അപ്പൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ റേസായപ്പോ നമ്മളും കട്ടക്ക പടച്ചു, ഇത്രേ ഉള്ളൂ. നമ്മള് കുഞ്ഞുനാൾ മുതൽ കാണുന്ന ഈ മത്തായി പറമ്പ് നമ്മക്കും ഗ്രേറ്റാ. പിന്നെ കാട് പിടിച്ച് കിടക്കണത് ഇവിടെ എന്തുട്ട ചെയ്യണ്ടെന്ന് നമുക്ക് അറിയാണ്ടാ. ഇനി എന്തുട്ട വേണ്ടെന്ന് പീറ്ററേട്ടൻ പറ. അത് സന്തോഷമാണ് ജോർജ്. എൻ്റെ മൈൻഡ് നിങ്ങൾ അതേപോലെ തന്നെ മനസ്സിലാക്കിയല്ലോ. നമുക്കിവിടെ ഒരു കബഡി ടീം ഉണ്ടാക്കാം. അത്യാവശ്യം കോണ്ടാക്ട്സ് ഒക്കെ എനിക്കുണ്ട്. നമ്മുടെ ടീമായിട്ട് കളിക്കാനായിട്ട് ഒരു നാഷണൽ ടീമിനെ ഇറക്കി കഴിഞ്ഞാൽ ഈ ചാനലും പത്രക്കാരും സെറ്റപ്പൊക്കെ ആയിട്ട് ഒരൊറ്റ കളി കൊണ്ട് നമ്മളും നമ്മുടെ ഈ മത്തായി പറമ്പും ഫേമസ് ആവും. അല്ല അത് പൊരിച്ചോട്ടാ, പക്ഷെ ഇവിടെ ആര് കളിക്കും? നിങ്ങൾ 4 പേരിലടാ. ഞങ്ങളാ? ആ കബഡിയല്ലേ? കുറച്ച് മേലനങ്ങിയുള്ള പരിപാടിയല്ലേ? പിന്നല്ലാണ്ട് ഞങ്ങളെന്ന് പറയുമ്പോ ഭയങ്കര റിസ്ക് ആട്ടത്. എന്റെ ജോർജ്, ഒരു റിസ്ക്കും ഇല്ലെന്ന്. ഇടത്തൊരു കളിയല്ലേ, നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസുള്ളന്ന്. നിങ്ങളൊന്ന് കൂടണതേ, ബാക്കി ഞാൻ പൊരിക്കും. നീ കൈ തന്നു, ഒരു ഡൗട്ടും വേണ്ട, ഇത് ഫിക്സ് ആണ്. ഫിക്സ് ആണ്. നീ ഒന്നും പറയണ്ട. നീ തൊട്ട് കണ്ടിട്ട് കളിക്കാൻ നേരത്തെ ഞങ്ങളോട് ഒരു വാക്ക് ചോദിക്കണ്ട ഇഷ്ടാ. എന്റെ വാവൻ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കില്ലേ? നമ്മുടെ പറമ്പിന് വേണ്ടിട്ടല്ലടാ ഇത് ഫേമസ് ആയി, അതിന്റെ ക്രെഡിറ്റ് നമ്മക്കും കൂടിയല്ലേ. പള്ള നിന്നോട് ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂരിലെ തേക്കിങ്കാട് മൈതാനം പോലെ ഫേമസ് ആക്കണം നമുക്ക് നമ്മുടെ മത്തായി പറമ്പെന്ന്. തേക്കിങ്കാട് മൈതാനേ ഫേമസ് ആയത് കബഡി കളിച്ചിട്ടല്ല, പൂരം നടത്തിയിട്ടാ. വിത്ത് സോ മെനി എലിഫന്റ്സ്. നിന്റെ കയ്യിലുണ്ടാ ഒരു എലിഫന്റ് എടുക്കാൻ? ഇതൊരു സൈസ് പൂരം തന്നെ ഒന്ന് കൂട്ടിക്കോ. നമ്മുടെ മത്തായി പറമ്പിനെ ഫേമസ് ആക്കാൻ പോണ പൂരം, നമ്മള് നടത്തണ പൂരം, ഈ ജോർജന്റെ പൂരം.